അള്ളാഹുവിന്റെ അതിഥികളായ ഹാജിമാർ കൂടുതൽ സമയം ചെലവഴിക്കുന്ന മിന താഴ്വര മനുഷ്യസാഗരമായി മാറി. ദുൽഹജ്ജ് 8-നും 10-നും ഹാജിമാർ രാത്രി താമസിക്കുന്ന സ്ഥലമാണിത്. ഇസ്ലാമിക ചരിത്രത്തിലെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച താഴ്വര ലോകത്തിലെ ഏറ്റവും വലിയ തമ്പുകളുടെ നഗരി കൂടിയാണ്. വിവിധ രാജ്യക്കാരും ഭാഷക്കാരും വർണ്ണക്കാരും സ്വഭാവക്കാരുമെല്ലാം ഒരേ സ്ഥലത്ത് 4-5 ദിവസങ്ങൾ പ്രാർത്ഥനാ നിരതരാകുന്നത് വേറിട്ട കാഴ്ചയാണിവിടെ. മസ്ജിദുൽ ഹറമിന്റെ വടക്കു കിഴക്കേ ദിക്കിൽ 7 കിലോമീറ്റർ അകലെയാണ് രണ്ടു ഭാഗങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട മിന താഴ്വാരം. മക്കയ്ക്കും മുസ്ദലിഫയ്ക്കും ഇടയിൽ 25 ലക്ഷം സ്ക്വയർ മീറ്ററിൽ പരന്നു കിടക്കുന്ന വിശാലമായ ഇടമാണിത്. മരുഭൂമി യാത്രയ്ക്കായി ഒട്ടകങ്ങളെ മാത്രം ഉപയോഗിച്ചിരുന്ന കാലത്ത് ഹജ്ജിനെത്തുന്നവർ അറഫ സംഗമത്തിന്റെ മുന്നോടിയായി ഒട്ടകങ്ങൾക്ക് വെള്ളം നൽകി തയ്യാറാക്കി നിർത്തിയിരുന്നത് മിനയിലായിരുന്നു. മതപരവും ചരിത്രപ്രധാനവുമായ സ്ഥലമാണ് മിന താഴ്വാരം. പ്രവാചകൻ ഇബ്രാഹിമും മകൻ ഇസ്മായിലുമായി ബന്ധപ്പെട്ടതാണ് ഹജ്ജിന്റെ ചരിത്രം. ഇവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ബലികർമ്മവും ജംറകളിലെ കല്ലേറും ഇവിടെ നിന്നാണ് ഹാജിമാർ നിർവഹിക്കുന്നത്. ഹറമിന്റെ പരിധിക്കുള്ളിൽ വരുന്ന സ്ഥലമാണ് മിന. ദൈവിക നിർദ്ദേശപ്രകാരം പ്രവാചകൻ ഇബ്രാഹിം പുത്രൻ ഇസ്മായിലിനെ ബലി നൽകാൻ കൊണ്ടുവന്ന സ്ഥലവും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പിശാചിനെ കല്ലെറിഞ്ഞ സ്ഥലവും മിനയിലാണ്. നിരവധി പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ മസ്ജിദ് ഖൈഫ് സ്ഥിതി ചെയ്യുന്നതും മിനയിലാണ്. നിരവധി തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിശാലമായ വെളുത്ത കൂടാരങ്ങളാണ് മിനയുടെ ഭൂപ്രകൃതിയിൽ ആധിപത്യം പുലർത്തുന്നത്. അഗ്നിയെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ് ഈ കൂടാരങ്ങൾ. താമസക്കാരുടെ സുരക്ഷയും സുഖ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നിരവധി സൗകര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഹജ്ജ് സീസണിൽ 26 ലക്ഷത്തിലധികം തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ പ്രദേശത്ത് 1,70,000 ടെന്റുകൾ കൊണ്ട് നഗരി വ്യാപിപ്പിച്ചു കിടക്കുന്നു. കാറ്റിൽ ചരിഞ്ഞ് വീഴാത്തതും അകത്തേക്ക് മഴത്തുള്ളികൾ പതിക്കാത്ത രീതിയിലുമാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കനം കുറഞ്ഞ ടെന്റുകളുടെ പണികൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. താമസക്കാർക്ക് ആവശ്യമായ വെള്ളം, വെളിച്ചം, പ്രാഥമിക സൗകര്യങ്ങൾ അടക്കം എല്ലാ സംവിധാനങ്ങളും തമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ശീതീകരണ യന്ത്രങ്ങളും തമ്പുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മിനയിൽ നിന്നുള്ള കാഴ്ചകൾ അഗ്നിശമനത്തിനായി ആധുനിക രീതിയിലുള്ള ഒരുക്കവും വിശാലമായ റോഡുകളും മെട്രോ ട്രെയിൻ സർവീസും തണലിട്ട നടപ്പാതകളുമെല്ലാം തീർത്ഥാടകർക്ക് ആശ്വാസമേകാൻ സൗദി ഭരണകൂടം മിനയിൽ ഒരുക്കിയിട്ടുണ്ട്. ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ലോജിസ്റ്റിക്സിന്റെയും ഒരു അത്ഭുതമാണ് മിനയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. സന്ദർശകരുടെ വലിയ തോതിലുള്ള ഒഴുക്ക് സുഗമമായും കാര്യക്ഷമമായും കൈകാര്യം ചെയ്യുന്നതിനായി വിവിധ സംവിധാനങ്ങൾ ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഹജ്ജ് അനുഷ്ഠാനത്തിന്റെ പ്രധാന സ്ഥലങ്ങളായ മിന, അറഫ, മുസ്ദലിഫ, ജംറ എന്നിവയ്ക്കിടയിൽ തീർത്ഥാടകരുടെ ചലനം സുഗമമാക്കുന്നതിന് റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ എന്നിവയുടെ വിപുലമായ ശൃംഖലകൾ ഈ പ്രദേശത്ത് കാര്യക്ഷമമായി നടപ്പാക്കിയിട്ടുണ്ട്. കാഴ്ചകൾ അഗ്നിശമനത്തിനായി ആധുനിക രീതിയിലുള്ള ഒരുക്കവും വിശാലമായ റോഡുകളും മെട്രോ ട്രെയിൻ സർവീസും തണലിട്ട നടപ്പാതകളുമെല്ലാം തീർത്ഥാടകർക്ക് ആശ്വാസമേകാൻ സൗദി ഭരണകൂടം മിനയിൽ ഒരുക്കിയിട്ടുണ്ട്. ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ലോജിസ്റ്റിക്സിന്റെയും ഒരു അത്ഭുതമാണ് മിനയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. സന്ദർശകരുടെ വലിയ തോതിലുള്ള ഒഴുക്ക് സുഗമമായും കാര്യക്ഷമമായും കൈകാര്യം ചെയ്യുന്നതിനായി വിവിധ സംവിധാനങ്ങൾ ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു.